ചാത്തന്നൂർ ജംഗ്ഷനിൽ വലിയ വെള്ളപ്പൊക്കമാണ്. കുഴി ഏതാ റോഡ് ഏതാ എന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയോ ഇല്ലയൊന്നും അറിയില്ല. ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വലിയ നാശനഷ്ടം. പല പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കം കണക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ തീക്കോയ്ക്ക് സമീപം ഉരുൾപൊട്ടൽ ഉണ്ടായി. ഗതാഗതം തടസ്സപ്പെട്ടു. JCB ഉപയോഗിച്ച് മണ്ണുമാറ്റൽ നടപടികൾ തുടരുകയാണ്. എറണാകുളത്ത് കൊച്ചിയിൽ അതിശക്തമായ മഴയാണ് കുറഞ്ഞ സമയത്തിൽ ഉണ്ടായത്. ഇത് മേഘവിസ്ഫോടനമാണോ എന്ന അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വെള്ളപ്പൊക്കം കണക്കാണ് ദൃശ്യങ്ങൾ. മഴയുടെ ദൃശ്യങ്ങളും വിവരങ്ങളും ഒപ്പം അലർട്ടുകൾ സംബന്ധിച്ച വിവരവും നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. കൊച്ചിയിൽ 1.5 മണിക്കൂറിൽ പെയ്തത് 98 മില്ലിമീറ്റർ മഴ. മേഘവിസ്ഫോടനം ആകാമെന്ന് കുസാറ്റിലെ ശാസ്ത്രജ്ഞർ പറയുന്നു. എന്നാൽ ഇതു സംബന്ധിച്ച് കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല. രാവിലെ 8:30 ശേഷം കൊച്ചിയിൽ കൂമ്പാര മേഘങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തി. 14 കിലോമീറ്റർ വരെയൊക്കെയുള്ള മേഘങ്ങളാണ് ഇത്. പെരുമഴയിൽ കൊച്ചിയിൽ കനത്ത വെള്ളക്കെട്ടുണ്ടായി. കൊച്ചി നഗരസഭാ മേഖലയിലും തൃക്കാക്കര, കളമശ്ശേരി, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റികളിലുള്ളവരെയുമാണ് വെള്ളപ്പൊക്കം ഏറെ ബാധിച്ചിരിക്കുന്നത്. എറണാകുളം ബൈപ്പാസിലടക്കം ഗതാഗത കുരുക്ക് രൂക്ഷമായി. കൊച്ചി ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് IT സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സമയത്തെത്തുന്നത് തടസ്സമായി. നഗരത്തോട് ചേർന്ന താഴ്ന്ന മേഖലകളിലെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മഴ മുന്നറിയിപ്പുകൾ പുതുക്കി. 2 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കോട്ടയത്തും എറണാകുളത്തും റെഡ് അലർട്ട് തുടരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വയനാടും കാസർഗോഡും കണ്ണൂരും ഒഴികെ മറ്റ് 11 ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടും മഴ മുന്നറിയിപ്പുകളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്.